കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ കീഴിൽ 2ാം ക്ലാസ് ഉലൂമുദ്ദീനിലെ അദ്ദറസു റാബിയ വൈശ്റൂൻ 24ാമത്തെ പാഠം നമുക്ക് എന്താണ് ഒന്ന് നോക്കിയാലോ. അസ്സംഉ വൽ ബസ്ർ, കാഴ്ചയും കേൾവിയും. അപ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ കണ്ണുകൾ നൽകിയത് അല്ലാഹു. അല്ലേ? നമുക്കൊരു പാട്ടിലൂടെ അള്ളാഹുവിനെ മനസ്സിലാക്കുകയാണ്. നമുക്ക് ഉമ്മയെ കാണാനും ഉപ്പയെ കാണാനൊക്കെ കണ്ണുകൾ നൽകിയത് അള്ളാഹു ആണ്. പിന്നെ വാങ്കൊലി കേൾക്കാൻ വാമൊഴി കേൾക്കാൻ കാതുകൾ നൽകിയത് അള്ളാഹു. അള്ളാഹു നമുക്ക് കാതുകൾ തന്നത് എന്തിനാണ്? വാങ്കൊലി കേൾക്കാൻ, വാമൊഴി കേൾക്കാൻ. വാമൊഴി, ഒരാൾ പറയുന്നത് കേൾക്കണം, ബാങ്ക് വിളിക്കുന്നത് കേൾക്കണം. അതിനൊക്കെയാണ് നമുക്ക് കാതുകൾ അള്ളാഹു നൽകിയത്. കണ്ണ് നൽകിയത് ഉമ്മയെയും ഉപ്പയെയും ഒക്കെ കാണാനാണ് നമുക്ക് കണ്ണ് നൽകിയത്. പിന്നെ ഈമാൻ കൊള്ളാൻ, നന്മ നിനയ്ക്കാൻ എന്താണ്? ഹൃദയം തന്നവൻ അല്ലാഹു. ഈമാൻ മനസ്സിലുറപ്പിച്ച് പറയണമെന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട് നമ്മൾ, അല്ലേ? പിന്നെ നന്മ നിനയ്ക്കാൻ, നല്ലതൊക്കെ ചിന്തിക്കാൻ ഹൃദയം തന്നവൻ അല്ലാഹു ആണ്. ഹൃദയം തന്നവൻ അല്ലാഹു. നമുക്ക് ഹൃദയം തന്നത് എന്തിന് ചോദിച്ചാലാ? ഈമാൻ കൊള്ളാനും നന്മ നിനയ്ക്കാനുമാണ്. ഇനിയോ സത്യം പറയാൻ, ദിക്റുകൾ ചൊല്ലാൻ നാവിനെ നൽകിയത് അല്ലാഹു. സത്യം പറയാനും ദിക്റുകളൊക്കെ ചൊല്ലാനുമാണ് നമുക്ക് അല്ലാഹു നാവിനെ നൽകിയത്. ഇതൊക്കെ പൂർത്തിയാക്കി കൊടുക്കുക. സത്യം പറയാൻ, ദിക്റുകൾ ചൊല്ലാൻ ദേശ് തന്നു അല്ലാഹു, നാവിനെ തന്നു അല്ലാഹു. നമുക്ക് എഴുതാൻ കഴിയണം കേട്ടോ. പിന്നെ കർമ്മം ചെയ്യാൻ, ദാനം നൽകാൻ അല്ലാഹു തന്നു എന്ത്? കൈകൾ തന്നവൻ അല്ലാഹു. കർമ്മം ചെയ്യാനും ദാനം ചെയ്യാനൊക്കെ നമുക്ക് കൈകൾ തന്നത് അല്ലാഹു ആണ്. പിന്നെ ദർസിൽ പോകാൻ, മസ്ജിദിലെത്താൻ കാലുകൾ തന്നവൻ അല്ലാഹു. മദ്രസയിലെ സ്കൂളിലും മസ്ജിദിലേക്കൊക്കെ പോവാൻ അല്ലാഹു നമുക്ക് എന്താ നൽകിയത്? കാലുകൾ നൽകി. അപ്പോൾ നന്നായി മനസ്സിലാക്കുക. കണ്ണുകൾ തന്ന്, കാതുകൾ തന്നു, ഹൃദയം തന്നു, നാവിനെ നൽകി, കൈകൾ തന്നു, കാലുകൾ തന്നു, ഒക്കെ നമുക്ക് തന്നതാരാണ്? അല്ലാഹു തആലയാണ്. അപ്പോൾ അല്ലാഹു തആല നമുക്ക് ഓരോ അവയവങ്ങളും തന്നത് എന്തിനാണ് മനസ്സിലാക്കട്ടാ. അപ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. ഇനി നമുക്കതിൻ്റെ വർക്ക് നോക്കാം. എന്തൊക്കെയാണ് വന്നത് ദഫ്തർ തോലിബിൽ. അപ്പോൾ അവിടെ അസ്സംഉ വൽ ബസ്ർ, നുജിബ്, ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അല്ലാഹു തആല കണ്ണുകൾ നൽകിയത് എന്തിന്? അപ്പോൾ നമ്മൾ പറഞ്ഞില്ല, എന്തിനാണ് കണ്ണുകൾ? ഉമ്മയെ കാണാനും ഉപ്പയെ കാണാനുമാണ്. അപ്പോൾ എല്ലാവരും അത് പാഠഭാഗത്തിൽ അടയാളപ്പെടുത്തി അവിടുന്ന് നോക്കി എഴുതുക. ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ കണ്ണുകൾ നൽകി. ഇനി അല്ലാഹു തആല കാതുകൾ നൽകിയത് എന്തിനാണ് കാതുകൾ നൽകിയത്? ബാങ്കൊലി കേൾക്കാനും വാമൊഴി കേൾക്കാനുമാണ് അല്ലാഹു തആല കാതുകൾ നൽകിയത്. അടുത്തതാ, അല്ലാഹു തആല ഹൃദയം നൽകിയത് എന്തിനാണ്? ഈമാൻ കൊള്ളാനും നന്മ നിനക്കാനുമാണ് ഹൃദയം തന്നത്. അടുത്തത്, അല്ലാഹു തആല കാലുകൾ നൽകിയത് എന്തിനാണ്? കർമ്മം ചെയ്യാൻ, ദർസിൽ പോവാനും മസ്ജിദിലെത്താനുമാണ് കാലുകൾ. ദർസിൽ പോവാനും മസ്ജിദിലെത്താനും. അടുത്തത്, അല്ലാഹു തആല കൈകൾ നൽകിയത് എന്തിനാണ് കൈകൾ തന്നത്? കർമ്മം ചെയ്യാനും ദാനം നൽകാനുമാണ് നമുക്ക് കൈകൾ അല്ലാഹു തആല നൽകിയത്. തെറ്റില്ലാതെ എഴുതി പഠിക്കണം കേട്ടോ. അടുത്തത് നക്തുബുൽ നഷീദ. എന്താണ്? നമ്മൾ ഇവിടെ പാഠഭാഗത്തിലുള്ളതുപോലെ ഒരു ലൈൻ തന്നിട്ടുണ്ട്. ഉമ്മയെ കാണാൻ ഉപ്പയെ കാണാൻ കണ്ണുകൾ നൽകിയത് അല്ലാഹു. അപ്പോൾ അതുപോലെ നമ്മളിവിടെ താഴത്തത് പൂർത്തിയാക്കി കൊടുക്കണം. എന്താണ്? പൂക്കൾ കാണാൻ, പിന്നെ പൂക്കൾ കാണാൻ പുഴകൾ കാണാൻ എഴുതി കൊടുക്കാം. പൂക്കൾ കാണാൻ പുഴകൾ കാണാൻ കണ്ണുകൾ നൽകിയത് അല്ലാഹു. അപ്പോൾ ഇവിടെ പുഴകൾ കാണാൻ അത് മാത്രം മാറ്റിയാൽ മതി കേട്ടോ. പൂക്കൾ കാണാൻ പുഴകൾ കാണാൻ കണ്ണുകൾ നൽകിയത് അല്ലാഹു. അങ്ങനെ എഴുതാം, എന്തോ എഴുതാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് എളുപ്പമുള്ളൊരു വേർഡ്സ് എഴുതിയിട്ട് ഇത് പൂർത്തിയാക്കി കൊടുക്കുക.
അടുത്തതാ ഖുർആൻ കേൾക്കാൻ, പിന്നെ മദ്ഹുകൾ കേൾക്കാൻ. ഖുർആൻ കേൾക്കണം, മദ്ഹുകൾ അല്ലേ, മദ്ഹുകൾ കേൾക്കാൻ കാതുകൾ തന്നത് അല്ലാഹു. ഖുർആൻ കേൾക്കാൻ, മദ്ഹുകൾ കേൾക്കാൻ കാതുകൾ നൽകിയത് അല്ലാഹു എന്ന് പാഠഭാഗത്തിൽ നോക്കിയിട്ട് പൂർത്തിയാക്കി കൊടുക്കട്ടാ, കാതുകൾ എന്നൊക്കെ. ഇനിയോ നല്ലത് തോന്നാൻ, നല്ലത് തോന്നാൻ, നല്ലത് തോന്നണം. അതുപോലെ മറ്റുള്ളവരോട് സ്നേഹം തോന്നണം. അപ്പോൾ സ്നേഹമൊക്കെ തോന്നാനാണ് നമുക്ക് അല്ലാഹു തആല എന്ത് തന്നത്? ഹൃദയം തന്നത്. അപ്പം നല്ലത് തോന്നാൻ, സ്നേഹം തോന്നാൻ ഹൃദയം നൽകിയവൻ അല്ലാഹു, ഹൃദയം തന്നവൻ അല്ലാഹു. അടുത്തതോ ദിക്റുകൾ ചൊല്ലാൻ, ദിക്റുകൾ ചൊല്ലാൻ, പിന്നെ നല്ലത് പറയാൻ, നല്ലത് പറയാൻ, ദിക്റുകൾ ചൊല്ലാൻ, നല്ലത് പറയാൻ നാവിനെ നൽകിയതല്ലാഹു, നാവിനെ നൽകിയതല്ലാഹു. പൂർത്തിയാക്കാം. ഇനി ദാനം ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാനും ദാനം ചെയ്യാൻ, നല്ലത് ചെയ്യാൻ, നല്ലത് ചെയ്യാൻ എന്താണ്? കൈകൾ തന്നവൻ അല്ലാഹു. കൈകൾ, കൈകൾ തന്നത് ദാനം ചെയ്യാനും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നമുക്ക് കൈകൾ തന്നവൻ അല്ലാഹു. എന്താണ് അടുത്തത്? മസ്ജിദിലെത്താൻ, മദ്രസയിൽ പോവാൻ, മസ്ജിദിലെത്താൻ, മദ്രസയിൽ പോവാൻ കാലുകൾ തന്നവൻ അല്ലാഹു, കാലുകൾ തന്നവൻ അല്ലാഹു. ഇനിയിപ്പോൾ നമ്മൾ പാഠഭാഗത്തിലുള്ള തന്നെ എഴുതി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് പൂർത്തിയാക്കി കൊടുത്താൽ മാത്രം മതിട്ടാ. അടുത്തത് എന്താണ്? നമ്മളെ ശരീരത്തിൻ്റെ ഭാഗങ്ങളുടെ പേരുകളാണ്. നമ്മളിപ്പോൾ പാഠത്തിൽ കൈ, കണ്ണ്, കാത് ഒക്കെ പഠിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരാണ്. നമുക്ക് അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇവിടേക്ക് ഇതുപോലെ പകർത്തി എഴുതാനാണ്. റഅ്സുൻ, റഅ്സുൻ എന്ന് പറഞ്ഞാൽ തല, റഅ്സുൻ തല, അത് അതുപോലെ പകർത്തി എഴുതട്ട. റഅ്സുന്ന്. അൻഫുൻ, അൻഫുൻ എന്ന് പറഞ്ഞാൽ മൂക്കാണ്. അൻഫുൻ എന്ന് പറഞ്ഞാൽ മൂക്ക്, അൻഫുൻ മനസ്സിലാക്കിയിട്ട് എഴുതാം. രിജിലുൻ, രിജിലുൻ എന്ന് പറഞ്ഞാൽ കാല്, രിജിലുൻ കാല്, അപ്പോൾ അത് എഴുതാം. ഞാൻ വജ്ഹുൻ, വജ്ഹുൻ എന്ന് പറഞ്ഞാൽ മുഖം, വജ്ഹുൻ മുഖം. ഷഫത്തുൻ, ഷഫത്തുൻ എന്ന് പറഞ്ഞാൽ ചുണ്ട്, ഷഫത്തുൻ ചുണ്ട്. ഇസ്ബൗൻ, ഇസ്ബൗൻ എന്ന് പറഞ്ഞാൽ വിരലുകൾ, വിരൽ. അടുത്ത് ഉദുനുൻ, ഉദുനുൻ എന്ന് പറഞ്ഞാൽ ചെവി, കാത്. ബത്തുനുൻ, ബത്തുനുൻ എന്ന് പറഞ്ഞാൽ വയറ്, ബത്തുനുൻ വയറ്. സദുറു, സദുറു എന്ന് പറഞ്ഞാൽ നെഞ്ച്, സദുറുൻ നെഞ്ഞ്. അടുത്തത് യദുൻ, യദുൻ എന്ന് പറഞ്ഞാൽ കൈ, യദുൻ കൈ. അപ്പോൾ അതൊക്കെ പകർത്തി എഴുതുക, എന്നിട്ടത് മീനിങ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് 24ാമത്തെ പാഠഭാഗമായ സംഉൽ വസർ എന്ന പാഠത്തിൽ മനസ്സിലാക്കാനുള്ളത്. എല്ലാവരും മനസ്സിലാക്കുക. അതിൽ എഴുതാൻ കഴിയണം കണ്ണുകൾ, കാതുകൾ ഒക്കെ എന്തിനാണ് നൽകിയത് എന്നുള്ള. ഉമ്മയെ കാണാൻ, ഉപ്പയെ കാണാൻ, ബാങ്കുലി കേൾക്കാൻ, വാമൊഴി കേൾക്കാൻ എന്നൊക്കെ നമുക്ക് എഴുതാൻ പഠിക്കണം അല്ലേ. എന്നിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഇത്രയാണ്. ഇതോടെ നിങ്ങളുടെ ഉലൂമുദ്ദീനിൻ്റെ പാഠഭാഗങ്ങൾ കഴിഞ്ഞ് നമുക്ക് ചോദ്യപേപ്പറുകളൊക്കെ അപ്ലോഡ് ചെയ്യണം. ഇൻഷാ അല്ലാഹ് എക്സാമാണ് നിങ്ങൾക്ക് അടുത്ത് വരുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.